വാർത്തകളിലേക്ക് അതിനു മുമ്പ് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കൈക്കൂലി കേസിൽ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGMന് 29 ലക്ഷം രൂപയുടെ നിക്ഷേപം. വീട്ടിൽ നിന്നും നിക്ഷേപത്തിന്റെ രേഖകൾ വിജിലൻസ് കണ്ടെത്തി. അലക്സ് മാത്യുവിന്റെ വീട്ടിൽ മദ്യക്കുപ്പികളും. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് IOC. സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയം. സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് ഹാച്ചിംഗ് പൂർത്തിയാക്കിയ ശേഷം. സുനിത വില്യംസ് അടക്കമുള്ളവരുടെ മടക്കം ബുധനാഴ്ച. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. ഇന്നലെയുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കടുവ മാറി. കടുവ കൂടുതൽ സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന് വനം വകുപ്പ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശരീരഭാഗങ്ങൾ എടുത്തുകൊണ്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് ഉത്തർപ്രദേശ് സ്വദേശി ഈശ്വർ ചന്ദ്. ഹൗസ് കീപ്പിംഗ് ജീവനക്കാരൻ അജയകുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 35ാം ദിവസം. സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കം വകവയ്ക്കാതെ ആശമാർ. നാളത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ട്. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് കേസന്വേഷണം മലയാളികളിലേക്ക്. പിടിയിലായ ടാൻസാനിയൻ വനിതയെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. പ്രതികൾക്കായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ്. NCPയിൽ പ്രതിസന്ധി തുടരുന്നു. തോമസ് K തോമസ് അധ്യക്ഷനായി ചുമതലയേറ്റെങ്കിലും പുനഃസംഘടന വൈകും. വിഭാഗീയത പരിഹരിക്കാൻ കഴിയാത്തതിനാൽ ജില്ലാ കമ്മിറ്റി രൂപീകരണവും പ്രതിസന്ധി. യമനിലെ ഹൂതി താവളങ്ങളിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. നടപടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന്. അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയെന്ന് ട്രംപ്. ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നും ട്രംപ്. വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് തകർത്തു. മുംബൈയുടെ 2ാം കിരീട നേട്ടം. ഡൽഹി ഫൈനലിൽ തോൽക്കുന്നത് തുടർച്ചയായ 3ാം തവണ.